ഞാനും പ്രണയം കൂടി ഒരു PSC എക്സാമിന് പോവാണ്. ചെറുതുരുത്തിയിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് കാത്ത് നിന്നു. കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചത്. അവിടെ എത്തിയപ്പോൾ അവന് വിശക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അവൻ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നു എന്ന് പറയും. പിന്നെ അത് എനിക്കും ഗുണമാണ്. എനിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ആദ്യം എൻ്റെ ഫുഡ് വന്നു, അവൻ്റെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരിയാണ്. അത്രയ്ക്ക് ക്ഷമയില്ല കാത്തു നിൽക്കാനായിട്ട്. ബിരിയാണി കഴിച്ചിട്ട് എന്തായാലും എക്സാമിന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബിരിയാണിയൊക്കെ നന്നായി തട്ടി. ഹാഫായിരുന്നു ബിരിയാണി ഓർഡർ ചെയ്തത്, പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എക്സാമിന് പോകുന്നതിന് മുന്നേയുള്ള പ്രിപ്പറേഷൻസാണ് ഈ ബിരിയാണി കഴിക്കലൊക്കെ. എന്നോട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ കൂളായിട്ടിരിക്കണ്ടല്ലോ, ടെൻഷനൊന്നും ഇല്ലാണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പഠിച്ചവർക്ക് വേണ്ടേ ടെൻഷൻ, എനിക്കെന്തിനാന്ന്. കാരണം ഞാൻ അത്ര എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. പഠിച്ചിട്ടൊക്കെ ഉണ്ട്, വലിയ എഫേർട്ട് അതിന് എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് എക്സാമിന് പോകാനായിട്ട് നിന്നു. നല്ല വലിയ സ്കൂളായിരുന്നു കേട്ടോ എക്സാം എഴുതാൻ കിട്ടിയ സെൻറ്റർ. അങ്ങനെ ഞാൻ ഹോൾ ടിക്കറ്റിൽ നോക്കിയിട്ട് ക്ലാസ്സും ഒക്കെ കണ്ടുപിടിച്ചു. ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചതിന് ശേഷം എക്സാമിന് പോയി. കുഴപ്പമില്ലാത്ത എക്സാമായിരുന്നു. ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നിയില്ല, നന്നായിരുന്നു എന്ന് പറയാം. ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പ്രണയം അപ്പോഴത്തേക്കും ഒന്ന് റൗണ്ട് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു എൻ്റെ അടുത്ത് നിന്ന്. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴും എക്സാം കഴിഞ്ഞ് വന്ന ഏതൊക്കെ ആൻസേഴ്സാണ് എഴുതിയെന്ന് ഇവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു. അത് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ അടുത്ത് അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബസ്സിൽ കയറിയിട്ടും എനിക്ക് സമാധാനം തന്നിട്ടില്ല ഏതൊക്കെ ആൻസർ എഴുതിയേക്കണമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി.